നമസ്കാരം, തുഞ്ചൻ മിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അത് പുറത്തേക്ക് ഈ ചാനൽ തുഞ്ചൻ മിഷൻ എന്ന് പറയുന്ന ചില ചാനൽ പുറത്തു വിട്ടു. അതിൽ എത്ര കണ്ട് സത്യമുണ്ട് എന്ന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ CPM ആണ്. തുഞ്ചൻ മിഷൻ ന്യൂസ് ചാനൽ പുറത്തുവിട്ട വെൽഫെയർ പാർട്ടി CPM സ്ഥാനാർത്ഥി രഹസ്യ ചർച്ചയിൽ നേതാക്കൾ രംഗത്ത്. സംഭവത്തിൽ CPM നിലപാട് വ്യക്തമാക്കണമെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി AK സൈതാലിക്കുട്ടി. മറ്റൊരു കക്ഷികളുമായി രാഷ്ട്രീയ ധാരണയില്ല. ആർക്ക് വേണമെങ്കിലും ചർച്ച നടത്താം. ചർച്ച എന്നുള്ള വോട്ട് ചോദിക്കാൻ പോയിട്ട് വെൽഫെയർ പാർട്ടി CPM സ്ഥാനാർത്ഥി രഹസ്യ ചർച്ചാ സംഭവത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആരുടെ വോട്ടും തേടാമെന്നും CPM തിരൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി. ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി വീണ്ടും തെരുവുനായ ആക്രമണം. തമിഴ്നാട് സ്വദേശിയടക്കം 3 പേർക്ക് തെരുവുനായയുടെ ആക്രമണമേറ്റു. തിരൂർ വെട്ടം പഞ്ചായത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPI LDF-നൊപ്പം ചേർന്ന് ഒരുമിച്ച് മത്സരിക്കുവാൻ LDF ആഗ്രഹിക്കുന്നുവെന്ന് LDF നേതാവ് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ. വിശദമായ വാർത്തകളിലേക്ക്. തിരൂർ നഗരസഭ 4-ാം വാർഡ് സ്ഥാനാർത്ഥിയും വെൽഫെയർ പാർട്ടി നേതാവും തമ്മിൽ ചർച്ച നടത്തിയ സംഭവത്തെ തുടർന്ന് CPM നേതാക്കൾ നിലപാട് വ്യക്തമാക്കണമെന്നും മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി AK സൈതാലിക്കുട്ടി ആവശ്യപ്പെട്ടു. തിരൂർ നഗരസഭയിലെ 4-ാം വാർഡിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി OM ഇസ്ഹാഖും വെൽഫെയർ പാർട്ടി മണ്ഡലം നേതാക്കളും തമ്മിൽ നടത്തിയ രഹസ്യ ചർച്ച തുഞ്ചൻ മിഷൻ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇത് വിവാദമായതിനെ തുടർന്നാണ് CPM നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് രംഗത്ത് വന്നത്. വെൽഫെയർ പാർട്ടികളുമായി CPM ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ചർച്ച നടത്തിയ സംഭവത്തിൽ CPM നിലപാട് വ്യക്തമാക്കണമെന്നും CPM എന്ത് കൂട്ടുകെട്ടുണ്ടാക്കിയാലും നഗരസഭയിൽ UDF ഭരണം തുടരുമെന്നും ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി വ്യക്തമാക്കി. ഇസ്ലാമി നേതൃത്വം കൊടുക്കപ്പെടുന്ന വെൽഫെയർ പാർട്ടി, ആ വെൽഫെയർ പാർട്ടിയുടെ മണ്ഡല നേതാക്കന്മാരുമായി നടത്തിയ ചർച്ചകളൊക്കെ തന്നെ ഇന്നലെ അത് പുറത്തേക്ക് ഈ ചാനൽ തുഞ്ചൻ മിഷൻ എന്ന് പറയുന്ന ചില ചാനൽ പുറത്തു വിട്ടു. അതിൽ എത്ര കണ്ട് സത്യമുണ്ട് എന്ന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ CPM ആണ്. ആ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടും വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4-ാം വാർഡിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്ത് എന്നുള്ളത് ഇവിടുത്തെ CPM പാർട്ടി പ്രഖ്യാപിക്കപ്പെടേണ്ടതുണ്ട്. അതിൽ വല്ല സത്യങ്ങളുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. UDF മനസ്സിലാക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ UDF-ഉള്ള സഖ്യകക്ഷികളും വളരെ ഒറ്റക്കെട്ടായിക്കൊണ്ട് ആത്മാർത്ഥമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ട്. അവരെ നേരിടാനുള്ള ധൈര്യം ഇടതുപക്ഷത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഇരുട്ടിൻ്റെ മറവിൽ ചർച്ച നടത്തിക്കൊണ്ട് UDF-നെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് നടത്തപ്പെടുന്നതെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ഇതിൽ സത്യാവസ്ഥകൾ മറുപടി പറയേണ്ടത് CPM ആണ്. ഇതിൽ വല്ല സത്യങ്ങളുമുണ്ടോ എന്നുള്ളത് ഞങ്ങൾ നേരെ കണ്ട കാര്യങ്ങളാണ്. ഇരുട്ടിൻ്റെ മറവിൽ ചർച്ച ചെയ്യപ്പെടുന്നത് തുഞ്ചൻ മിഷൻ വിട്ടതാണ്. അതിൻ്റെ സത്യാവസ്ഥകൾ പുറത്തു വരേണ്ടതുണ്ട്. ഇങ്ങനെ രീതിയിലുള്ള പ്രാദേശികമായിക്കൊണ്ടുള്ള എല്ലാ കക്ഷികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ UDF-നെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അജണ്ടയാണോ ഇടതുപക്ഷത്തിൻ്റെത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആരുടെ വോട്ട് തേടാമെന്നും CPM തിരൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി പറഞ്ഞു. തുഞ്ചൻ മിഷൻ ന്യൂസ് പുറത്തുവിട്ട വെൽഫെയർ പാർട്ടി CPM സ്ഥാനാർത്ഥി രഹസ്യ ചർച്ചയെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു CPM നേതാവ് അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി. LDF മുന്നണിക്ക് TDF എന്ന സംഘടനയുമായി ബന്ധമുണ്ടെങ്കിലും വെൽഫെയർ പാർട്ടി അടക്കമുള്ള പാർട്ടികളുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ സ്ഥാനാർത്ഥിയും ആരുടെ വോട്ടും തേടുന്നതിലും തെറ്റില്ല. വെൽഫെയർ പാർട്ടി അടക്കമുള്ള പാർട്ടികളുമായി ചർച്ചകൾ നടത്തുവാൻ ആരെയും നിയോഗിച്ചിട്ടില്ലെന്നും അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി പറഞ്ഞു. മറ്റൊരു കക്ഷികളുമായി രാഷ്ട്രീയ ധാരണയില്ല. ആർക്ക് വേണമെങ്കിലും ചർച്ച നടത്താം. ചർച്ച എന്നുള്ള വോട്ട് ചോദിക്കാൻ പോയിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് നിങ്ങളെനിക്ക് വോട്ട് ചെയ്യണം, നിങ്ങളെ വോട്ട് എനിക്ക് നൽകണം എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയോട് ചർച്ച നടത്താൻ ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. വോട്ട് ആർക്കും ചോദിക്കാം. ഏത് സ്ഥാനാർത്ഥിക്കും ഏത് പാർട്ടിക്കാരുടെയും വോട്ട് ചോദിക്കാം. അത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വെൽഫെയർ പാർട്ടിക്കാരനാണെന്നോ SDPI-കാരനാണെന്നോ BJP-കാരനാണെന്നോ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഏത് പാർട്ടിക്കാരനും വോട്ട് ചോദിച്ചൂടെ? അങ്ങനെ വോട്ട് ചോദിച്ച രീതിയിൽ അതിനെ കണക്കാക്കേണ്ടതുള്ളൂ. അതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തുഞ്ചൻ മിഷൻ ന്യൂസ് ചാനൽ പുറത്തുവിട്ട വെൽഫെയർ പാർട്ടി CPM സ്ഥാനാർത്ഥി രഹസ്യ ചർച്ചയെക്കുറിച്ച് CPM നേതാവിന്റെ പ്രതികരണത്തിന്റെ പൂർണ്ണരൂപം ഇടവേളയ്ക്ക് ശേഷം കാണാം. ചെറിയമുണ്ടം പഞ്ചായത്തിൽ UDF-ന് ചിഹ്നം ലഭിച്ചില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചു.
PT മുസ്തഫ പിലാത്തോട്ടത്തിൽ, മുഹമ്മദ് കുട്ടി പാലയ്ക്കൽ, ഷൈനി കോടിയെടുത്ത് തുടങ്ങി 3 കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ചെറിയമുണ്ടം പഞ്ചായത്തിൽ പത്രിക പിൻവലിച്ചത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം ആകെയുള്ള 18 സീറ്റുകളിലേക്കും പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാമെന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 18 സീറ്റുകളിലേക്കും നാമനിർദ്ദേശ പത്രിക നൽകാൻ കഴിഞ്ഞിരുന്നില്ല. മുമ്പ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചവർ എന്ന നിലയിൽ പഞ്ചായത്തിലെ 9, 11, 12 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ ജില്ലാ നേതാക്കന്മാരായ ആര്യാടൻ മുഹമ്മദ്, മുഹമ്മദ് കുഞ്ഞി, MI ഷാനവാസ് MP, മന്ത്രി AP അനിൽകുമാർ, PT അജയ് മോഹൻ, KPA മജീദ് എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് പത്രിക പിൻവലിക്കാൻ തീരുമാനിച്ചതെന്ന് സ്ഥാനാർത്ഥികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. തിരൂർ പ്രസ് ക്ലബിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഗിരീഷ് അച്ചാത്ത്, മുസ്തഫ PT, മുഹമ്മദ് കുട്ടി പാലയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള സാങ്കേതികത്വം കൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കും. പാർട്ടി ചിഹ്നം അനുവദിക്കാത്തതിന് ഞങ്ങൾ ഇപ്പോൾ UDF സ്ഥാനാർത്ഥികളിൽ ആരോ മുസ്ലിം ലീഗിൻ്റെ ആണോ മറ്റേതെങ്കിലും കക്ഷിയുടെ സ്ഥാനാർത്ഥികളിൽ ആ സ്ഥാനാർത്ഥികളെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് മുസ്ലിം ലീഗാണോ? അതെ, മുസ്ലിം ലീഗാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ചിഹ്നത്തിൽ മത്സരിക്കുന്ന UDFലെ ഒരു കക്ഷി മുസ്ലിം ലീഗാണ്. അപ്പോൾ അവരെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഈ മണ്ഡലം കമ്മിറ്റിയാണോ ഈ തീരുമാനം? അല്ല, മണ്ഡലം കമ്മിറ്റിയെ പിരിച്ചുവിട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. അപ്പം നിങ്ങൾ വ്യക്തിപരം നിങ്ങളൊരു ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പാണ്? പിന്നെ ഒന്ന് ഭാരവാഹികളല്ല നിങ്ങളെ? അല്ല, ഔദ്യോഗിക ഭാരവാഹികളല്ല, പഞ്ചായത്ത് ഔദ്യോഗിക ഭാരവാഹികളല്ല, ബ്ലോക്ക് ഭാരവാഹികളല്ല. പിന്നെ നിങ്ങൾ വ്യക്തിപരമായിട്ടല്ലേ? ആധികാരികമായിട്ട് പറയാൻ കഴിയുമോ? അത് ആധികാരികമായിട്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോ നിങ്ങൾ പത്രക്കാർ തിരൂർ നഗരസഭയിൽ 38 വാർഡുകളിലായി 113 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത്. 2 ദിവസങ്ങളിലായി 73 സ്ഥാനാർത്ഥികൾ പിൻവലിച്ചതോടെ നഗരസഭാ കൗൺസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. തിരൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 38 വാർഡുകളിലായി 113 സ്ഥാനാർത്ഥികളാണ് അവസാനമായി രംഗത്ത് ഉറച്ചു നിൽക്കുന്നത്. UDF, LDF കക്ഷികൾ 38 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. BJP, PDP, വെൽഫെയർ പാർട്ടി, SDPI എന്നിവയ്ക്ക് പുറമെ ചില വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സര രംഗത്തുണ്ട്. 24-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി തൊടുകണ്ണി അലിക്കെതിരെ അപരനായി തേഞ്ചേരി അലിയും മത്സരിക്കുന്നു. LDF സ്ഥാനാർത്ഥിക്കെതിരെ ലീഗ് പ്രവർത്തകരാണ് തേഞ്ചേരി അലിയെ രംഗത്തിറക്കിയതെന്നും ആക്ഷേപമുണ്ട്. 11 വാർഡുകളിൽ LDF, UDF നേരിട്ടുള്ള മത്സരമാണ് നടക്കുക. 18 സീറ്റുകളിൽ ത്രികോണ മത്സരവും നടക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ അവസാന ദിവസമായ ശനിയാഴ്ച വിമതരടക്കമുള്ളവരുടെ തിരക്കിലായിരുന്നു. പത്രിക പിൻവലിക്കൽ സമയം അവസാനിപ്പിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നം നൽകുകയും ബാലറ്റിൽ സ്ഥാനാർത്ഥിയുടെ പേര് അക്ഷരമാലാക്രമത്തിൽ നൽകുകയും ചെയ്തു. ഇനി വരും നാളുകളിൽ പോരാട്ടം കനത്ത ചൂടിലേക്ക് നീങ്ങും. തിരൂർ വെട്ടം പഞ്ചായത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPI LDF-നൊപ്പം ചേർന്ന് ഒരുമിച്ച് മത്സരിക്കുവാൻ LDF ആഗ്രഹിക്കുന്നുവെന്ന് LDF നേതാവ് അഡ്വക്കേറ്റ് P. സൈനുദ്ദീൻ പറഞ്ഞു. തിരൂർ വെട്ടം പഞ്ചായത്തിൽ സീറ്റ് വിഭജന ചർച്ചയിലുണ്ടായ അഭിപ്രായ വ്യത്യാസം കാരണം CPI ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. എന്നാൽ വെട്ടം പഞ്ചായത്തിൽ CPI LDF-നോടൊപ്പം ചേർന്ന് ഒരുമിച്ച് മത്സരിക്കാൻ LDF ആഗ്രഹിക്കുന്നുവെന്ന് CPM നേതാവ് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുന്നണിയുടെ എല്ലാ നേതാക്കന്മാരും ഇവിടെയുണ്ട് വെട്ടം പഞ്ചായത്തിൽ. എന്നാൽ മുന്നണിയിലെ ഘടകകക്ഷിയായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ ഒന്നായ CPI ഈ തെരഞ്ഞെടുപ്പിൽ ചില വാർഡുകളിൽ വേറിട്ട് മത്സരിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ അവരോട് എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം ഒന്നടങ്കം അതിൻ്റെ പഞ്ചായത്ത്, മണ്ഡലം, ജില്ലാ നേതൃത്വം ഒന്നടങ്കം UDF-നെതിരെ ഉയർന്നു നിൽക്കുന്ന ഈ ജനവിരുദ്ധതയെ രാഷ്ട്രീയപരമായി നമുക്ക് ഉപയോഗപ്പെടുത്താനും ജനങ്ങളെ സേവിക്കാനുള്ള അവസരമുണ്ടാക്കുന്നതിനും ഒന്നിച്ചു നിൽക്കണമെന്നുള്ള അഭ്യർത്ഥന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതൃത്വവും അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതേവരെ അവർ ആ നീക്കത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല CPIയുടെ ഒരു പ്രാദേശിക നേതാവ് നമ്മുടെ നാട്ടിലെ ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളിൽ CPIM ഒഴിച്ച് ബാക്കിയുള്ള ഘടകകക്ഷികൾ മുഴുവൻ CPIയുടെ കൂടെയാണെന്നും യഥാർത്ഥ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടേതാണെന്നും ചാനലിനോടുള്ള അഭിമുഖത്തിൽ സൂചിപ്പിക്കേണ്ടായി.
അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ഇനിയും അവർ അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ വെട്ടം പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടാണ് എന്ന് ഈ പത്രസമ്മേളനത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇവിടെ CPIM-ന്റെ നേതാവും CPIM-ന്റെ തലമുതിർന്ന നേതാവും തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പറവണ്ണ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് M. ബഷീർ, അദ്ദേഹമാണ് വട്ടം പഞ്ചായത്തിലെ LDF-ന്റെ കൺവീനർ. അദ്ദേഹം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും INL പാർട്ടിയും ഒന്നിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വെട്ടം പഞ്ചായത്തിൽ 20 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. 10ാം വാർഡിൽ INL സ്വതന്ത്രനും 12, 13 വാർഡുകളിൽ LDF സ്വതന്ത്രനും 2, 6 വാർഡുകളിൽ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരത്തിനായുണ്ട്. എന്നാൽ CPI മത്സരിക്കുന്ന സീറ്റുകളിൽ LDF മുന്നണി എന്ന ബോർഡ് വെച്ച് CPI പ്രചാരണം നടത്തുന്നതിൽ നിന്നും പിന്മാറണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ വെട്ടം പഞ്ചായത്ത് LDF കൺവീനർ M. ബഷീർ, TP അബ്ദുറഹിമാൻ മാസ്റ്റർ, CM മൊയ്തീൻകുട്ടി, KP അബ്ദുറഹിമാൻ ഹാജി, ഷാജി M, അഡ്വക്കേറ്റ് സൈനുദ്ദീൻ, P. ജിഷി എന്നിവർ പങ്കെടുത്തു. വാർത്തകളിൽ ഇനിയുടെ വേള. വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. IPAയുടെ പരിശീലനം നേടിയ 10,000 മികച്ച കമ്പനികളിൽ അക്കൗണ്ടന്റ്മാരാണ് ഇനി നിങ്ങളുടെ ഊഴമാണ്. ചാപ്റ്റേഴ്സ് തൃശൂർ, കോഴിക്കോട്, കൊച്ചി, വടകര, മഞ്ചേരി, പെരിന്തൽമണ്ണ ആൻഡ് തിരൂർ. ഓണം പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും വിലക്കുറവും കിഴിവുമായി കസ്റ്റമേഴ്സിനൊപ്പം ഈ ഓണത്തിന്റെ സന്തോഷം പങ്കിടുകയാണ് മാവി ടെക്സ്റ്റോറിയം, സിവിൽ സ്റ്റേഷന് മുൻവശം, തിരൂർ. ഞാൻ വിശ്വസിക്കുന്ന ഡയമണ്ട് ജ്വല്ലറി മർച്ചന്റ് ഉണ്ട് തിരൂരിൽ. മിത്ര ഡയമണ്ട്സ്. ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാം, അറിഞ്ഞു വിൽക്കാം. മിത്ര ഡയമണ്ട്സ്, തിരൂർ. IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്. യഥാർത്ഥ BIS ഹോൾമാർക്ക് സ്വർണം നൽകുന്നതിനോടൊപ്പം പണിക്കൂലിയിലും കൃത്യത പാലിക്കുന്നു. ഏതെങ്കിലും ജ്വല്ലറിയുടെ ഇടനിലക്കാരൻ എന്തിനാ നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങുന്നത്? നമുക്ക് നമ്മുടെ സ്വന്തം മെജസ്റ്റിക് ഇല്ലേ? മജസ്റ്റിക് ജുവല്ലേഴ്സ്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, താഴെപ്പാലം, തിരൂർ. ഫർണിച്ചർ ഫിറ്റിംഗ്സിന് മാത്രമായി ഒരു ഷോറൂം. വ്യത്യസ്ത അഭിരുചികളുടെ സമന്വയം. പാരസ്പര്യത്തിന്റെ നന്മകളിൽ നിറയുന്ന വിശ്വാസ്യത. മിഷൻ ട്രേഡേഴ്സ്, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ, തെക്കുമുറി, തിരൂർ, മലപ്പുറം ജില്ല. Milan Gold and Diamonds, the ultimate in luxury and style. Milan Gold and Diamonds, the ultimate in luxury and style. Thiru Road, Alathur. Phone 04942566 100. ചമ്രവട്ടത്തിന്റെ ഭവന സങ്കല്പങ്ങളിൽ ചിത്രചാരുത പകരുന്നു ഹോം സെന്റർ. ഹൗസ് ഹോൾഡ് ഐറ്റംസ് തുടങ്ങിയവയുടെ സമ്പൂർണ്ണ ശേഖരം. വീടൊരുക്കൂ ഇനി ലോകോത്തര മേന്മകളോടെ. ഹോം സെന്റർ, തിരൂർ റോഡ്, ചമ്രവട്ടം. വെഡ്ഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഹൃദയം പറയുന്നത് കേൾക്കൂ. ബണിയത്ത് ജ്വല്ലറി, ഗോൾഡ്, സിൽവർ, ഡയമണ്ട് ആൻഡ് നാച്ചുറൽ സ്റ്റോൺസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, താഴെപ്പാലം, തിരൂർ. അന്താരാഷ്ട്ര രൂപഭംഗിയും മികച്ച ഗുണമേന്മയും കാലത്തിനൊത്ത ഫാഷനും സമന്വയിക്കുന്ന ഫർണിച്ചർ ഷോറൂം റാഹ ഹോം സൊല്യൂഷൻ, ജുബേരിയ ടവർ, ബൈപ്പാസ് റോഡ്, നോർത്ത് BP അങ്ങാടി, തിരൂർ. ദ ഫർണിച്ചർ ഷോപ്പി. For you, forever. Apollo Gold, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 1.5 പതിറ്റാണ്ടായി വിശ്വസ്തതയുടെയും പരിശുദ്ധിയുടെയും സുവർണമുദ്രയുമായി മഹർ ഗോൾഡ് സെന്റർ, ഹൈസ്കൂൾ റോഡ്, ആലത്തിയൂർ. ഫോൺ 049425688484. മൊബൈൽ 9037636501. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം ചിറകടിച്ചു പറക്കാൻ ന്യൂ സ്റ്റൈൽ ഫർണിച്ചറുകളുമായി വുഡ്ലാൻഡ് ഫർണിച്ചർ. വുഡ്ലാൻഡ് ഫർണിച്ചർ, ഓപ്പോസിറ്റ് പാട്ടുപറമ്പ് ടെമ്പിൾസ്, തെക്കുമുറി, തിരൂർ. ഫോൺ 9995171010. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. കുസൃതി കുഞ്ഞുങ്ങൾക്ക് മിഴിവേകും കുഞ്ഞുടയാടകൾ. ഏറ്റവും വലിയ കളക്ഷൻ, മികവുറ്റ സേവനം, ശരിയായ വില നിലവാരം. തികച്ചും നമ്മുടേതെന്ന് അഭിമാനിക്കാവുന്ന വസ്ത്രസങ്കല്പങ്ങൾ.
തുറുവായിൽ ടെക്സ്റ്റൈൽസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ. കഴുത്തുവേദന തുടങ്ങിയ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്ക് ആശ്വാസം നൽകുന്ന അമേരിക്കൻ കമ്പനിയുടെ സ്പൈൻ ഗാർഡ്, റബ്കോ കമ്പനിയുടെ റിലീഫ് എന്നീ മെഡിക്കേറ്റഡ് ബെഡുകളും വിവിധ തരം തലയിണകളും ബെഡ്ഷീറ്റുകളും ഏത് തരം വരുമാനക്കാർക്കും യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ സന്ദർശിക്കുക ദ ബെഡ് എംപോറിയം, ഫെഡറൽ ബാങ്കിന് സമീപം, പൂങ്ങാട്ടുകുളം, തിരൂർ. മാൻകോ LED ലൈറ്റ് ലോഞ്ച്, തൃശൂർ റോഡ്, ചങ്ങരംകുളം. ആരും മയങ്ങിപ്പോകും. The first touch of love. തേമ്പാട്ടിൽ ജ്വല്ലറി, തിരൂർ, കോട്ടയ്ക്കൽ, പുത്തനത്താണി. നിങ്ങളുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഫോക്കസ് സെക്യൂരിറ്റി സിസ്റ്റംസ്, CCTV ക്യാമറ, IP ക്യാമറ, അലാം സിസ്റ്റം, റിമോട്ട് ഗേറ്റ്, ബയോമെട്രിക് സിസ്റ്റം, വീഡിയോ ഡോർ ഫോൺ, കൂടാതെ കമ്പ്യൂട്ടർ സർവീസ് ആൻഡ് നെറ്റ്വർക്കിംഗ്. ഫോക്കസ് സെക്യൂരിറ്റി സിസ്റ്റംസ്, കുറ്റിപ്പുറം റോഡ്, ആലത്തിയൂർ. ഫോൺ 9946432866. We make all security systems. 500 രൂപ മുതൽ നിങ്ങളുടെ വരുമാനത്തിനനുസൃതമായി തവണകളായി നിക്ഷേപിക്കുവാനുള്ള സൗകര്യം റഹ്മയിലൂടെ ഒരുക്കിയിരിക്കുന്നു. വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ടും സ്വർണം കൊണ്ടും നിങ്ങളെ തൊട്ടറിഞ്ഞവർ, എന്നും പാലിക്കുന്ന വാഗ്ദാനങ്ങളും മുറിയാത്ത സ്നേഹബന്ധവും. റഹ്മ ഗോൾഡ് സെന്റർ, ആലത്തിയൂർ. കയ്യില് വലിയ നീക്കിരിപ്പൊന്നും ഉണ്ടായിട്ടല്ല. ഇപ്പൊ കൊടുക്കണേ വീട്ടുവാടക ഒരു ഹോം ലോണിന്റെ EMI ആയിട്ട് അടഞ്ഞു പോവാണെങ്കിൽ നാളെ നമുക്കും ഉണ്ടാവില്ലേ സ്വന്തമായ ഒരിടം? എനിക്ക് ഉറപ്പുണ്ട് ഫോംസ് പ്ലസ് എന്നും ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. മാറുന്ന കാലത്തിനൊപ്പം ഒരു നല്ല തീരുമാനം. ഫോംസ് പ്ലസ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് ആൻഡ് വില്ലാസ്, തിരൂർ. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കായി പ്രകൃതിയിലേക്ക് മടങ്ങുവാൻ പ്രകൃതി ഉൽപ്പന്നങ്ങളുടെ ശേഖരവുമായി കേരളത്തിൽ ഉടനീളം. ഗാന്ധിഗ്രാമം, വയനാട്, നിയർ പൂക്കോട് തടാകം. ബ്രാഞ്ചസ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം, തെക്കുംമുറി, തിരൂർ. പക്ഷെ ഇന്നും ഞാൻ ആ പഴയ രീതി തുടരുന്നു. കാലത്തിനെതിരെ നടന്നല്ല, കാലത്തിനൊപ്പം ഉയർന്ന് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ എക്സ്ക്ലൂസീവ് ഡിസൈൻസ് നിർമ്മിച്ചു തരുന്ന ആധുനിക തട്ടാൻ എനിക്കുണ്ട്. നമ്മുടെ തിരൂരിൽ പവൻ ഗോൾഡ്. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ എക്സ്ക്ലൂസീവ് ഡിസൈൻസ് വേറെ എവിടെയും കിട്ടില്ല. പവൻ ഗോൾഡ്, തിരൂർ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ. സൻഹ ഫാഷൻ, the art of dressing, തിരൂർ, വളാഞ്ചേരി. വാർത്തകൾ തുടരുന്നു. വീണ്ടും തെരുവുനായ ആക്രമണം. 3 പേരെ തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കഴിഞ്ഞ ദിവസം തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറ്റിപ്പുറം റോഡരികിൽ കഴിയുകയായിരുന്ന വയോവൃദ്ധനെയാണ് ഇന്നലെ രാത്രി തെരുവുനായ ആക്രമിച്ചത്. തമിഴ്നാട് സ്വദേശി സ്വാമിനാഥനെയാണ് തെരുവുനായ കടിച്ചത്. മുഖത്തും ചുണ്ടിനും സാരമായി പരിക്കേറ്റ ഇയാളെ ഇന്നലെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ വിദഗ്ധ ചികിത്സയ്ക്കായി ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായി ആശുപത്രി അധികൃതർ സർക്കാർ വാഹനം വിട്ടുകൊടുത്തില്ല. വാഹനം വിട്ടുകൊടുക്കാത്തതിനെ ചൊല്ലി നാട്ടുകാർ രോഷാകുലരായി. ഇത് ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും തമ്മിൽ തർക്കത്തിനിടയാക്കി. സർക്കാർ വാഹനവും CH വാഹനവും വിട്ടുകൊടുക്കാത്തതിനെ തുടർന്ന് ഇയാളെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാനുള്ള നാട്ടുകാരുടെ ശ്രമത്തിനിടെയാണ് അവസാനം CH വാഹനം അധികൃതർ വിട്ടുകൊടുക്കാൻ തയ്യാറായത്. ഏറെ അവശ്യനിലയിൽ കാണപ്പെട്ട ഇദ്ദേഹത്തെ ഇന്ന് കാലത്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. കുറ്റിപ്പുറത്ത് 3 പേരെയാണ് ഇന്നലെ തെരുവുനായ ആക്രമിച്ചത്. തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ച 2 പേരെ മറ്റു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരൂർ നഗരസഭാ കൗൺസിലിന്റെ യോഗം അവസാനിച്ചു. 5 വർഷം ഭരിച്ച UDF നഗരസഭാ കൗൺസിലിന്റെ അവസാന യോഗമായിരുന്നു ശനിയാഴ്ച നടന്നത്. തിരൂർ നഗരസഭാ കൗൺസിലിന്റെ അവസാന യോഗമാണ് ശനിയാഴ്ച നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ K. സഫിയ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള കൗൺസിൽ യോഗമാണ് അവസാനിച്ചത്. 38 കൗൺസിലർമാരുള്ള നഗരസഭയിൽ ഭൂരിഭാഗം കൗൺസിലർമാരും ഇന്നത്തെ അവസാന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തു.
കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണത്തെക്കുറിച്ചും നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ചും കൗൺസിലർമാർ യോഗത്തിൽ സംസാരിച്ചു. 5 വർഷക്കാലത്തെ ഭരണം വൻ വിജയമായിരുന്നുവെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ സഫിയ തുഞ്ചൻ വിഷ്ണുവോട് പറഞ്ഞു. 5 വർഷക്കാലം ഉദ്യോഗസ്ഥരുടെയും കൗൺസിൽ അംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി നല്ല ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇവിടെ പറയുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. പുതിയ കൗൺസിൽ ഇതേപോലെ തന്നെ നിലനിർത്തട്ടെ അല്ലെങ്കിൽ നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പടിയിറങ്ങും. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF തന്നെ അധികാരത്തിൽ വരുമെന്ന ശുഭപ്രതീക്ഷയിലാണ് UDF. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വിജയപ്രതീക്ഷയുണ്ടെന്നും BJP കൗൺസിലർ നിർമ്മല കുട്ടിക്കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കൗൺസിലർമാർ ഗ്രൂപ്പ് ഫോട്ടോകൾ എടുത്തുമാണ് അവസാന കൗൺസിൽ യോഗത്തിനോട് വിട പറഞ്ഞത്. ഞങ്ങൾ സംതൃപ്തരാണ്. പറഞ്ഞല്ലോ, പ്രസംഗത്തിലൊക്കെ പറഞ്ഞല്ലോ. അല്ലാതെ കാര്യമായിട്ടുള്ള സംതൃപ്തിയോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു വഴക്കുകൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വളരെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു കൗൺസിൽ അതിൽ സംതൃപ്തിയുണ്ട്. BJPക്ക് പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണം തിരൂരിന് ലഭിച്ചത് അതിക്രൂരമായ അവഗണനയാണെന്ന് LDF കൗൺസിലർ PP ലക്ഷ്മണൻ പറഞ്ഞു. തിരൂർ നഗരസഭയുടെ വികസന കാര്യത്തിൽ അലംഭാവം കാണിച്ചു. നഗരസഭയ്ക്ക് ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാനുള്ള സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് നൽകിയെന്നും എന്നാൽ അതിനുള്ള രേഖകൾ നഗരസഭയ്ക്ക് കിട്ടിയിട്ടില്ലെന്നും ഇതിനെല്ലാം UDF ഉത്തരം പറയണമെന്നും LDF കൗൺസിലർ VV ലക്ഷ്മണൻ പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി അധികാരത്തിലെത്തും. 25 സീറ്റുകൾ LDFന് ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാങ്കേതികമായി 31-ാം തീയതി വരെ കൗൺസിലിന് തുടരാമെങ്കിലും ഒരു നയപരമായ കാര്യങ്ങളൊന്നും തീരുമാനമെടുക്കാൻ അധികാരമില്ലാത്ത ഒരു അധികാര കേന്ദ്രമായി കൗൺസിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 5 കൊല്ലക്കാലത്തെ ഭരണത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ 5 കൊല്ലമല്ല, അതിനപ്പുറത്തെ 5 കൊല്ലങ്ങൾ എന്ന് പറഞ്ഞാൽ മൊത്തം 15 കൊല്ലക്കാലത്തെ ഭരണം തിരൂരിനെ സമ്മാനിച്ചത് അതിക്രൂരമായ അവഗണനയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. തിരൂർ ഒരു വികസന പ്രവർത്തനങ്ങളും തൻ്റേതാണ് അല്ലെങ്കിൽ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇന്നത് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനത്തോടു കൂടി ഈ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയാത്തതിലുള്ള സങ്കടമുണ്ട്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ തിരൂർ നഗരസഭയിൽ പരിഹരിക്കുന്നതിൽ കഴിഞ്ഞ കൗൺസിലിന് കഴിഞ്ഞിട്ടില്ല. അടിസ്ഥാന വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒന്ന് പ്രധാനമായും വേണ്ടത് തിരൂരിലെ ഗതാഗതക്കുരുക്ക്, മാലിന്യ പ്രശ്നം, അതേപോലെ മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും പ്രധാനമായി സ്വീകരിക്കേണ്ടത്, നടപ്പിലാക്കേണ്ടത്. അത്തരം കാര്യത്തിലൊക്കെ വലിയ പരാജയമാണ്. ഗതാഗതക്കുരുക്ക് അതേപോലെ തുടരുകയാണ്. വികസനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു എന്നല്ലാതെ ആ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ സൂക്ഷ്മമായ പരിശോധന ഞങ്ങളൊക്കെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കയ്യിലുണ്ട്. ടൗൺ ഹാളിൻ്റെ കാര്യമായാലും ബസ് സ്റ്റാൻഡിൻ്റെ കാര്യമായാലും പുഴ നന്നാക്കണതിൻ്റെ കാര്യമായാലും അങ്ങനെ തിരൂരിൽ നടന്നു എന്ന് ഭരണകക്ഷി ചൂണ്ടിക്കാണിക്കുന്ന ഉയർത്തിക്കാണിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നടന്നിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വികസനം തിരൂർ നഗരസഭയുടെ വികസന കാര്യത്തിൽ അലംഭാവം കാണിക്കുകയും ഇവിടെ ചില അവിഹിത നിർമ്മാണങ്ങളെയും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയും തിരൂർ സനാതന ധർമ്മവേദിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തൃക്കണ്ടിയൂർ അമ്പലക്കുളങ്ങര ക്ഷേത്ര നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി സംഗീതാർച്ചന അരങ്ങേറി. തൃക്കണ്ടിയൂർ ദേവസ്വത്തിന്റെയും തിരൂർ സനാതന ധർമ്മവേദിയുടെയും ആഭിമുഖ്യത്തിലാണ് വിദ്യാരംഭത്തിന്റെ ഭാഗമായി തൃക്കണ്ടിയൂർ നവരാത്രി മഹോത്സവം നടത്തുന്നത്. നവരാത്രി മഹോത്സവത്തിന്റെ 5ാം ദിവസത്തിൽ വീണ കച്ചേരി നടന്നു. തൃക്കണ്ടിയൂർ സ്വാതി കലാകേന്ദ്രയുടെ നേതൃത്വത്തിൽ നടന്ന സംഗീതാർച്ചന സംഗീതാസ്വാദകർക്ക് ആവേശമായി. ഞായറാഴ്ച രാഗമാലിക തിരൂരിന്റെ സംഗീതാർച്ചന അരങ്ങേറും. Surati
ഈ വർഷത്തെ തുഞ്ചൻ പറമ്പിലെ വിദ്യാരംഭ കലോത്സവം ഒക്ടോബർ 19 മുതൽ 23 വരെ നടക്കും. 19-ാം തീയതി വിദ്യാരംഭ കലോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര താരവും നർത്തകിയുമായ മഞ്ജു വാര്യർ നിർവഹിക്കുമെന്ന് KP രാമനുണ്ണി പറഞ്ഞു. ഈ വർഷത്തെ വിദ്യാരംഭം കലോത്സവം ഒക്ടോബർ 19 മുതൽ 23 വരെയുള്ള 5 ദിവസങ്ങളായിട്ട് തുഞ്ചൻ സ്മാരകത്തിൽ വെച്ച് ആഘോഷിക്കുകയാണ്. ഒക്ടോബർ 19 ആദ്യ ദിവസം വിദ്യാരംഭം കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത കലാകാരിയായിട്ടുള്ള മഞ്ജു വാര്യരാണ്. വർഷങ്ങൾക്ക് മുമ്പേ മഞ്ജു വാര്യർ അവരുടെ നൃത്ത പരിപാടി ഇവിടെ അവതരിപ്പിച്ചതിന് ശേഷം അതിനുശേഷം വീണ്ടും തുഞ്ചൻ സ്മാരകത്തിലേക്ക് മഞ്ജു വാര്യർ വിദ്യാരംഭം കലോത്സവം ഉദ്ഘാടനം ചെയ്യാനായി വരികയാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രിയങ്കരനായ MT ആണ് അധ്യക്ഷനായിരിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം അന്ന് മോഹിനിയാട്ടവും ഗസൽ മഴയുമുണ്ട്. പിറ്റേന്ന് മുതൽക്കുള്ള എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം കലാപരിപാടികൾ ഇവിടെ അരങ്ങേറുന്നു. 23-ാം തീയതി വിജയദശമി ദിവസം രാവിലെ 5 മണി മുതൽക്ക് തന്നെ കുട്ടികളുടെ വിദ്യാരംഭം ആരംഭിക്കുന്നു. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും 5000-ൽ പരം കുട്ടികളെയാണ് ഞങ്ങൾ തുഞ്ചൻ സ്മാരകത്തിലേക്ക് ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നത്. കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, തുഞ്ചൻ സ്മാരകം സന്ദർശിക്കാൻ വരുന്നവർ, ഇങ്ങനെ എല്ലാവരും കൂടി 10-40,000-ത്തിലധികം ആൾക്കാർ തുഞ്ചൻ പറമ്പിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയായിരിക്കും അന്ന് ഉണ്ടാവുക. തിരൂർ താഴെപ്പാലത്ത് ഓട്ടോ മറിഞ്ഞു. ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വിദേശത്തു നിന്ന് ലഭിക്കുന്ന പിസ്സ ഇനി അതേ രുചി ഭേദങ്ങളിൽ നിങ്ങൾക്ക് തിരൂരിൽ ലഭ്യമാകും. പിസ്സ ഇൻ തിരൂർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. വ്യത്യസ്ത രുചികളുമായി പിസ്സ ഇൻ തിരൂർ റെയിൽവേ ഓവർബ്രിഡ്ജിനു സമീപത്തെ KPKH ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. വെജിറ്റബിൾ, ബീഫ്, മട്ടൺ, ഫിഷ്, പിസ്സ ഇൻ സ്പെഷ്യൽ തുടങ്ങി വ്യത്യസ്ത 17 വിഭവങ്ങളിൽ പിസ്സകൾ ഇനി തിരൂരിലെ ആഹാരപ്രേമികൾക്ക് ലഭിക്കും. കൂടാതെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണത്തിനും രുചിഭേദവും അനുസരിച്ചുള്ള പിസ്സകളാണ് പിസ്സ ഇന്നിൽ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഐസ്ക്രീം, സ്റ്റാർട്ടേഴ്സ്, ഷേക്ക് എന്നിവയും ലഭ്യമാകും. പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ, തിരൂർ, കുന്നംകുളം എന്നിവിടങ്ങളിലാണ് പിസ്സ ഇന്നിന്റെ മറ്റു ശാഖകൾ. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആരുടെ വോട്ട് തേടാമെന്നും CPM തിരൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടി പറഞ്ഞു. തുഞ്ചവിഷൻ ന്യൂസ് പുറത്തുവിട്ട വെൽഫെയർ പാർട്ടി CPM സ്ഥാനാർത്ഥി രഹസ്യ ചർച്ചയെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു CPM നേതാവ് അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടി. ഈ ചർച്ചയിൽ CPM-ന്റെ അറിവോട് കൂടിയിട്ടാണോ ഈ സ്ഥാനാർത്ഥി ചർച്ച നടത്തുന്നത്, അതോ വി അബ്ദുറഹ്മാന്റെ ഒരു നിർദ്ദേശപ്രകാരമാണോ CPM-ന് ഈ ചർച്ചയിലോട്ട് പോകുന്നത്? ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഞങ്ങളുടെ കാഴ്ചപ്പാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറത്ത് INL-ഉം പിന്നെ JSS-ൻ്റെ ഒരു വിഭാഗം, CMP-യുടെ ഒരു വിഭാഗം, ബാലകൃഷ്ണപിള്ള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം, ഇങ്ങനെയുള്ള പാർട്ടികളുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടുള്ളൂ. അതിന് പുറത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടില്ല. അതേസമയത്ത് ധാരാളം വ്യക്തികളും ഗ്രൂപ്പുകളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. ഇപ്പോൾ തിരൂരിൽ P. അബ്ദുറഹിമാൻ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. അങ്ങനെ പല മേഖലകളിലും മുസ്ലിം ലീഗ് അടുത്ത കാലഘട്ടം മുസ്ലിം ലീഗ് പ്രവർത്തകരല്ലാന്ന് UDF പറയുമ്പോഴും ലീഗുകാരനായിരുന്നു എന്നുള്ളത് സമൂഹത്തിനൊക്കെ തിരിച്ചറിയാവുന്ന അതിൽ കൃത്യമായി ഞാൻ പറയാം. 2010 വരെ OM ഇസ്ഹാഖ് മുസ്ലിം ലീഗുകാരനായിരുന്നു. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുനിസിപ്പൽ പ്രസിഡൻ്റായിരുന്നു. പല ഭാരവാഹിത്വം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. 2010 ശേഷം അയാൾ മുസ്ലിം ലീഗുമായിട്ട് അയാൾക്ക് ബന്ധമില്ല. 2014 അയാൾ ഞങ്ങളെ പാർട്ടിയിൽ ചേർന്നു. ഞങ്ങളെ പാർട്ടിയിൽ ആയിരക്കണക്കിന് ആളുകൾ പല സമയങ്ങളിലും വന്ന് ചേരുന്നുണ്ട്. അതൊന്നും പത്രസമ്മേളനം നടത്തിയിട്ടോ സ്വീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടോ അല്ല അവരൊന്നും ഈ പാർട്ടിയിൽ ചേരുന്നത്. 2014 അയാൾ ഞങ്ങളെ പാർട്ടിയിൽ ചേർന്നു. 2015 മാർച്ചിൽ അയാളെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയിലെടുത്തു ഞങ്ങൾ.
അപ്പോൾ 2015 മാർച്ച് തൊട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമാണ് OM ഇസ്ഹാഖ്. ഇതൊന്നും സാധാരണഗതിയിൽ പൊതുയോഗം നടത്തിയിട്ടോ പത്രസമ്മേളനം നടത്തിയിട്ടോ ഞങ്ങൾ പറയാറില്ല. ഇതൊക്കെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് OM ഇസ്ഹാഖ് എന്ന് പറയുന്ന ആൾ പാർട്ടിക്ക് പുറത്തല്ല, പാർട്ടിക്കകത്ത് തന്നെയാണ്. പാർട്ടി മെമ്പർഷിപ്പിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കും. മെമ്പർഷിപ്പ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കും. ആ കമ്മിറ്റിയിൽ അംഗമാണ് OM ഇസ്ഹാഖ്. അതുകൊണ്ട് പാർട്ടിക്കകത്ത് തന്നെയാണ്, പുറത്താണെന്ന് പറയാൻ കഴിയില്ല. പാർട്ടി ചിഹ്നം കൊടുത്ത അതുകൊണ്ട് തന്നെയാണ്. പിന്നെ പാർട്ടി ചിഹ്നത്തിൻ്റെ പ്രത്യേകത, ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അയാൾക്ക് ചിഹ്നം അനുവദിക്കാൻ അയാൾ അംഗമാകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഇതേ വാർഡിൽ ഇതിനു മുമ്പ് മത്സരിച്ച റസിയ അംസുട്ടിയാണ്. അവർ പാർട്ടി അംഗമല്ല. TK അംസുട്ടി എന്ന് പറയുന്ന ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ ഭാര്യയാണെന്ന് മാത്രം. അവർക്ക് പാർട്ടി അംഗത്വമൊന്നുമില്ല. പക്ഷേ പാർട്ടി തീരുമാനിച്ചു, അവർക്ക് ചിഹ്നം അനുവദിച്ചു. ഇപ്പോൾ പാർട്ടി ചിഹ്നം അനുവദിക്കണമെങ്കിൽ പാർട്ടി അംഗമാകണമെന്ന് നിർബന്ധമില്ല, പാർട്ടി തീരുമാനിക്കണമെന്ന് മാത്രം. വെൽഫെയർ പാർട്ടിയോട് ഒരു ചർച്ചയ്ക്ക് ഇതുവരെ CPM തയ്യാറായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞതുപോലെ വെൽഫെയർ പാർട്ടിയും CPM-ലുള്ള ആളുകളൊക്കെ ഒരുപാട് സൗഹൃദം പങ്കുവെച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഈ വെൽഫെയർ പാർട്ടിയിൽ ഒരുപാട് സുഹൃത്തുക്കൾ വെൽഫെയർ പാർട്ടിയിലുണ്ട്. അവർ പലപ്പോഴും എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും രാഷ്ട്രീയമായിട്ട് കാണാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഒരു സ്ഥാനാർത്ഥി, ആ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതൊരു സ്ഥാനാർത്ഥിക്കും വോട്ട് ചോദിക്കാം. ഏതൊരു സ്ഥാനാർത്ഥിക്കും തൻ്റെ വാർഡിലുള്ള വോട്ടർമാരോട് അവരെ രാഷ്ട്രീയം നോക്കാതെ, അവരെ പാർട്ടി നോക്കാതെ എന്നെ സഹായിക്കണം, എന്നെ പിന്തുണക്കണം, എനിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറയാനുള്ള അവകാശമുണ്ട്. അത് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമായിട്ട് കാണേണ്ടതുള്ളൂ. അല്ലാതെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിട്ട് അതിനെ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വാര്യത്തകളിലെ CPM-ന്റെ ഒരു പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം നോമിനേഷൻ കൊടുത്തത്, ആ ഒരു പ്രശ്നം. ഈ വാര്യത്തറയിൽ CPM-ന്റെ പ്രവർത്തകരാരും നോമിനേഷൻ കൊടുത്തിട്ടില്ല. അവിടെ ഞങ്ങൾ മനസ്സിലാക്കിയത്, അവിടെ അത് ആർക്കും പറയാം, ഞാൻ CPM-നുമായി ബന്ധമുള്ള ആളാണെന്ന് ആർക്കും പറയാം. അങ്ങനെ CPM പ്രവർത്തകനല്ല. അവിടെ അത് അദ്ദേഹത്തിനോട് ഇതിന് ചോദിക്കണം, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. കാരണം 16-ാം വാർഡിൽ ഒരു CPM പ്രവർത്തകൻ എന്ന് പറഞ്ഞ ഒരാൾ നോമിനേഷൻ കൊടുത്തിട്ട് CPM-കാർ പറയുന്നു അറിയില്ല. അവിടെ നസീം എന്നാണ് പേരെന്ന് തോന്നുന്നു, ഒരു ചെറുപ്പക്കാരൻ പത്രിക കൊടുത്തു. അത് ഒരു കൂട്ടം ചെറുപ്പക്കാർ അയാളെ സ്ഥാനാർത്ഥിയാവണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ നോമിനേഷൻ കൊടുക്കുന്നത്. പിന്നീട് അയാൾക്ക് തന്നെ ബോധ്യപ്പെട്ടു, ഞാനിവിടെ മത്സരിച്ചാൽ അത് UDF രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി കൊടുക്കലാവും ഫലം. അതുകൊണ്ട് UDF-ന് സഹായകരമായ രീതിയിൽ ഞാൻ നിൽക്കുന്നത് ഗുണകരമല്ല. എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് നൽകേണ്ടത് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ പിൻവലിച്ചു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ആ വിഷയം അവസാനിച്ചു. അയാൾ പിന്നെ അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി മമ്മിക്കുട്ടിയാക്കയുമായി കണ്ട് എൻ്റെ പിന്തുണ നിങ്ങൾക്കാണ്, ഞാൻ ഈ വാർഡിൽ മത്സരിക്കുന്നില്ല, ഞാനങ്ങനെ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. CPM യുവാക്കൾക്കും ഈ പുതുതലമുറയ്ക്കും അവസരങ്ങൾ കൊടുക്കുക എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഈ 13 മുൻ കൗൺസിലർമാരാണ് CPM-ന് വേണ്ടി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കാത്തത് കൊണ്ടല്ല ഈ 16-ാം വാർഡിൽ ഇത്തരം സ്ഥാനാർത്ഥികൾ CPM-ന്റെ പ്രവർത്തകരെന്നൊക്കെ പറഞ്ഞു വരുന്നത് അവർക്ക് പിന്തുണയുണ്ട്. ഞങ്ങളിതിലിപ്പോൾ ഇന്നലെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ 38 അംഗ പട്ടികയിൽ 10 പേരും മുൻ കൗൺസിലർമാരാണ്. അതിൽ CPM-ന്റെ നയം 2 തവണ മത്സരിച്ചിട്ടുള്ള ആളുകൾ തുടർച്ചയായി 2 തവണ കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ മത്സരിക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ ഏതെങ്കിലും ഒരു മേഖലയിൽ അദ്ദേഹം മത്സരിക്കണമെന്ന് ശക്തമായൊരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പാർട്ടി അത് പരിഗണിക്കും. ആ നിലയിൽ ചില ആളുകൾക്കൊക്കെ 2 തവണ തുടർച്ചയായിട്ട് കൗൺസിലർമാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ചില ഇളവ് പാർട്ടി ജില്ലാ കമ്മിറ്റി അനുവദിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ 2 ടേമിൽ കൂടുതൽ തുടർച്ചയായിട്ട് കൗൺസിലറായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് പാർട്ടി നിലപാട്. പിന്നെ യുവാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ്
യുവാക്കളും വൃദ്ധന്മാരും തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല, അല്ലെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ളൊരു തെരഞ്ഞെടുപ്പല്ല. ഇത് രാഷ്ട്രീയമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് മുഖ്യമായ മത്സരം. അങ്ങനെ വരുമ്പോൾ ഓരോ വാർഡിലും ഐക്യ ജനാധിപത്യ മുന്നണിയെ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ കഴിവുള്ള സ്ഥാനാർത്ഥികൾ ആര് എന്നാണ് നോക്കുക. അങ്ങനെ കഴിവുള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ കണ്ടെത്തി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു പക്ഷേ 35 കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ 40 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് 35 കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അവർ യുവാക്കളല്ല, യുവാക്കളെ പരിഗണിച്ചില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് DS ഗിരീഷ്, അദ്ദേഹം യുവാവാണ്. DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ട്രഷററുമായിട്ടുള്ള അഡ്വക്കേറ്റ് DS ഗിരീഷ് ഈ പാനലിൽ മത്സരിക്കുകയാണ്. പിന്നെ യുവാക്കളെ നമ്മൾ കൂടുതൽ പരിഗണിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഒട്ടനവധി ഘടകങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, പിന്നെ സീറ്റ്, അവർക്ക് മത്സരിക്കാൻ പറ്റാവുന്ന സീറ്റ് ഉണ്ടായിരിക്കണം. അത് ഘടകകക്ഷികൾക്ക് ഒരു എതിർപ്പ് ഉണ്ടായിരുന്നില്ല. CPI പോലത്തെ അല്ലെങ്കിൽ NCP ഒരു പ്രശ്നമായിട്ട് വന്നിരുന്നു, പാർട്ടി ചിഹ്നം അനുവദിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. NCPക്ക് പാർട്ടി ചിഹ്നം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനതാദൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്, CPIയും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്. അതിലൊന്നും യാതൊരു തർക്കങ്ങളുമില്ല. അതേസമയത്ത് ഈ TDF എന്ന് പറയുന്നത് ഒരു ഘടകകക്ഷിയല്ല, അതൊരു രാഷ്ട്രീയ പാർട്ടിയുമല്ല. അത് തിരൂരിൽ വികസനം കാംക്ഷിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. അത് V അബ്ദുറഹിമാനെ അനുകൂലിക്കുന്ന ആളുകളുടെ, ഒരു നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകളുടെ കൂട്ടായ്മയാണ്. അവരുമായി തുടക്കം മുതലേ ഞങ്ങൾ സഹകരണത്തിലാണ്. ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങളാണ് പലപ്പോഴും അവരേറ്റെടുത്തിട്ടുള്ളത്. അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അഴിമതിയുടെ കഥകൾ പലപ്പോഴും ഞങ്ങൾക്ക് പിന്നെ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. TDF ഒരുപക്ഷെ തിരൂരിൽ സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ട് CPMന്റെ ഇതിൽ മത്സരിച്ച് ജയിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലായിരുന്നു, വളരെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് പിൻവാങ്ങി? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. കാരണം ഇത് മറുവിഭാഗം പറഞ്ഞു. അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. TDF ഇന്ന ആളെ മത്സരിപ്പിക്കണം എന്നുള്ള രീതിയിൽ യാതൊരു സമ്മർദ്ദവും നിർദ്ദേശവും ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ TDFുമായി ബന്ധമുള്ള ആളുകളെ പരിഗണിച്ചിട്ടുണ്ട്. അത് DDFകാർ ഞങ്ങളെ അവിടെ മത്സരിപ്പിക്കണം, ഈ സീറ്റ് ഞങ്ങൾക്ക് വേണം, ആ സീറ്റ് ഞങ്ങൾക്ക് വേണം എന്നുള്ള വാദം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പോൾ ഗഫൂറിൻ്റെ വീട് നിൽക്കുന്ന മേഖലക്കകത്ത് ഗഫൂർ താമസിക്കുന്നത് ചെമ്പ്രയിലാണ്, അത് വനിതാ വാർഡാണ്, അവിടെ മത്സരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ അപ്പുറത്തുള്ള വാർഡുകളിലൊക്കെ ചർച്ച ചെയ്തപ്പോൾ അവിടെ അതിനേക്കാൾ സ്യൂട്ടബിളായ കാൻഡിഡേറ്റ്സ് വന്നപ്പോൾ അവരെ പരിഗണിച്ചു. അല്ല, UDFിന്റെ സ്ഥാനാർത്ഥി ജവഹറിന്റെ വാർഡിൽ മത്സരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഗഫൂർ നടത്തിയതാണ്. അങ്ങനൊന്നുമില്ല, അത് ആളുകൾ മെനഞ്ഞുണ്ടാക്കിയതാണ്. 14-ാം വാർഡിൽ ഗഫൂർ മത്സരിക്കും, സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നേതൃത്വ രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഇന്ന വാർഡുകളിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് സാധാരണ പറഞ്ഞുണ്ടാക്കുമല്ലോ. അങ്ങനെ ഇല്ല. അയാളെ മുമ്പേ അയാളെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിട്ടില്ല. അയാൾ 14-ാം വാർഡിലും 11-ാം വാർഡിലും മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയതാണ്, പറഞ്ഞുണ്ടാക്കിയ കഥകളാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നുമില്ല. അയാൾക്ക് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും മത്സരിക്കാമായിരുന്നല്ലോ. ഇവിടെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അയാൾ മത്സരിക്കുമെന്ന് ചിലർ പ്രചരിപ്പിച്ചു. അയാൾ മത്സരിക്കാൻ തയ്യാറായില്ല, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ വേറൊന്നുമില്ല. സ്ഥാനാർത്ഥികളെ ഓഹരി വെക്കുക, അവിടെ ഇവർ മത്സരിക്കുക, ഇവിടെ അവർ മത്സരിക്കുക, അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും TDFുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, യാതൊരു തർക്കങ്ങളുമില്ല. UDF നേരത്തെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളാണ്. ഘടകകക്ഷികളുമായുള്ള തർക്കം മൂലമല്ല LDFിന് എത്ര വൈകിയത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്ന പാർട്ടികളല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടാണ്. അത് ജനങ്ങളെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ ഞങ്ങളിത് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് എന്നും ഞങ്ങൾ ആ സന്ദർഭത്തിൽ മാത്രമേ അജണ്ട എടുക്കുള്ളൂ. എപ്പോഴാണോ തെരഞ്ഞെടുപ്പ് ആസന്നമായി വന്നിരിക്കുന്നത്, എപ്പോഴാണോ നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ടത്, ആ സമയത്താണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ സ്വാഭാവികമായും ചില പ്രയാസങ്ങളുണ്ടാവും. ഓരോ പാർട്ടികൾക്ക് ഓരോ അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങളെല്ലാം കേട്ട് അതെല്ലാം പരിഗണിച്ച് അതിനകത്തൊന്നും തകരാറില്ലാത്ത വിധത്തിൽ സമന്വയത്തിൻ്റെതായൊരു പാത സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും കുറച്ച് കാലതാമസങ്ങൾ ഉണ്ടാവും. അതല്ലാതെ ഉള്ള കാലതാമസം ഇപ്പോഴും ഉണ്ടായിട്ടില്ല.
ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് സൂക്ഷ്മ പരിശോധന നടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പട്ടിക പ്രസിദ്ധീകരിച്ചില്ലേ? അപ്പോൾ എന്തെങ്കിലും തർക്കങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ കഴിയുമായിരുന്നു. ഈ വികസന മുരടിപ്പ് TDFും CPM ഒരുപോലെ പറയുന്നുണ്ട്. വികസന മുരടിപ്പ് എന്നുള്ള ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. മുരടിപ്പ് തിരൂർ നഗരസഭയിൽ അല്ലാത്ത രീതിയിൽ മുരടിപ്പ് അതിനപ്പുറം എന്തൊരു വികസന കാഴ്ചപ്പാട് വെക്കാൻ CPM സാധിച്ചിട്ടുണ്ട് നഗരസഭയിൽ? അതിനാണ് ഞങ്ങൾ വികസന സെമിനാർ നടത്തിയത്. തിരൂരിൻ്റെ സമഗ്ര വികസനത്തിന് ഉതകുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ സഹായകരമായിട്ടുള്ള ഒരു സെമിനാർ നടത്തി. നിങ്ങൾ പത്രക്കാരെല്ലാം കണ്ടതാണ്. നമ്മുടെ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ബുദ്ധിജീവി ചെറിയാൻ ഫിലിപ്പ് വന്നിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അതെ, ചെറിയാൻ ഫിലിപ്പ് വന്നത് നഗരസഭയെ സംബന്ധിച്ച് പറയാനല്ല, അത് കേരളത്തിന്റെ പൊതുവികസന കാര്യങ്ങൾ പറയാനാണ്. അവിടെ നമ്മളൊരു രേഖ അവതരിപ്പിച്ചു. ആ രേഖയിൽ വരാൻ പോണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രികയിൽ ഉൾപ്പെടേണ്ടതായ കാര്യങ്ങൾ ചുരുക്കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതാണ്ട് ഒരു 10 ദിവസത്തിനകം ഞങ്ങളുടെ പ്രകടന പത്രിക, വിശദമായ പ്രകടന പത്രിക, അടിസ്ഥാനപരമായിട്ടുള്ള വികസന കാഴ്ചപ്പാട് ഉൾപ്പെടുത്തിക്കൊണ്ട് അത് പ്രസിദ്ധീകരിക്കും. അതിൽ ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾക്കുള്ള മറുപടിയൊക്കെ അതിൽ കൃത്യമായിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ ഈ ഭരണസമിതിക്കെതിരായിട്ട് ഉന്നയിക്കുന്ന അഴിമതി മാത്രമല്ല, വികസന മുരടിപ്പ് മാത്രമല്ല, അഴിമതിയാണ് പ്രധാനം. വികസന മുരടിപ്പ്, അഴിമതി, അതൊക്കെ നിങ്ങൾക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ അതൊക്കെ ചർച്ചയാകാൻ പോവുകയാണ്. തിരൂർ നഗരസഭയിലെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം, കഴിഞ്ഞ 5 വർഷത്തെ ഭരണം മാത്രമല്ല, തിരിഞ്ഞു നോക്കിയാൽ 15 വർഷക്കാലത്തെ ഭരണമുണ്ട്. ഞങ്ങളുടെ സ്ലോഗൻ തന്നെ തിരൂർ നഗരത്തിന് നഷ്ടപ്പെട്ട 15 വർഷം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണത്തിൽ നടന്ന അഴിമതി, അവരുടെ സ്വജനപക്ഷപാതം, അഹന്ത, വികസന മുരടിപ്പ്, ഇതൊക്കെ എണ്ണി വരും ദിവസങ്ങളിൽ തിരൂർ നഗരത്തിൽ ചർച്ചയാകാൻ പോവുകയാണ്. പറയുമ്പോൾ ഈ പറഞ്ഞ ഈ കൗൺസിലർമാരോ എന്നുള്ളൊരു വേണ്ടത്ര പ്രക്ഷോഭം നഗരസഭയിൽ നടന്നിട്ടില്ലല്ലോ. UDFിനെതിരെ കൗൺസിൽ ഒന്ന് പാസ്സാക്കും, പിന്നെ പുറത്തിറങ്ങിയിട്ട് സമരം ചെയ്യുന്ന ഒരു പ്രവണതയാണ് കണ്ടത്. പ്രക്ഷോഭങ്ങൾ പലതും നടന്നു. ഇവിടെ നമ്മൾ കാണേണ്ടത് പല മുനിസിപ്പാലിറ്റികളും അതുപോലെ പല പഞ്ചായത്തുകളിലുമൊക്കെ കൗൺസിലർമാരായിട്ടുള്ള ആളുകളും ജനപ്രതിനിധികളും അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചു, കസേര വാരി എറിഞ്ഞു. ഇതൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നുണ്ട്. അതൊക്കെ കൈവിട്ട കളികളാണ്. ഇവിടെ ഞങ്ങൾ ചെയ്തത് എന്താണ്? ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഈ കൗൺസിലിനകത്ത് ഞങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുക ചെയ്തത്. പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 1 കൊല്ലം മുമ്പാണല്ലോ നഷ്ടപ്പെട്ട ഫയലുകൾ കണ്ടെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അത് പോലീസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 22 ദിവസം നീണ്ടുന്ന സമരം നടന്നത്. ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്രയധികം ദിവസം നീണ്ടു നിന്നൊരു സമരം ഒരു മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. സമരം നടന്നിട്ടുണ്ട്. പക്ഷേ ആ സമരങ്ങളോടൊക്കെയുള്ള ഭരണകക്ഷിയുടെ സമീപനം എന്താണ്? അതാണ് നിങ്ങൾ പത്രക്കാർ എഴുതേണ്ടത്. ഒരു പ്രതിപക്ഷ കക്ഷി, ഞങ്ങൾ 7 ആളേ ഉള്ളൂ കൗൺസിലിൽ, 38 അംഗ കൗൺസിലിൽ ഞങ്ങൾ 7 ആളേ ഉള്ളൂ. അത് ശരി, പക്ഷേ കൗൺസിലിൽ ഞങ്ങൾ എണ്ണം കുറവാണെങ്കിലും ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമാണല്ലോ, ജനങ്ങളുടെ പ്രതിനിധികളാണല്ലോ. അപ്പോൾ ആ നിലയിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് ചർച്ച ചെയ്യാനും അതിന് പരിഹാരം കണ്ടെത്താനും യാതൊരു താല്പര്യവും ഭരണകക്ഷിക്കാർ കാണിച്ചില്ല. അവർ അധികാരത്തിൻ്റെ അഹന്ത. ഏറ്റവും പ്രധാനം എന്താണ്? 38 അംഗ കൗൺസിലിൽ ഞങ്ങൾക്ക് 30 പേരുണ്ട്, 30 പേരുടെ പിന്തുണയുണ്ട്, മൃഗീയമായ ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് എന്തുമാകാം. പ്രതിപക്ഷത്തെ ഞങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കേണ്ട കാര്യമില്ല, ജനങ്ങളെ ഞങ്ങൾക്ക് ഭയക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് തോന്നിയത് നടപ്പാക്കാൻ യാതൊരു പ്രയാസവുമില്ല. പ്രക്ഷോഭങ്ങൾ നടന്നു. എത്ര തവണ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിലേക്ക് മാർച്ച് നടന്നു, എത്ര തവണ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ ധർണ നടന്നു, എത്ര തവണ പത്രസമ്മേളനം നടത്തി ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ജനാധിപത്യപരമായ മാർഗങ്ങളൊക്കെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ ആ ജനാധിപത്യപരമായ മാർഗങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷ കക്ഷിയോട് കാണിക്കേണ്ട മര്യാദ ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒരു പ്രതിപക്ഷ മര്യാദ ജനാധിപത്യ പ്രക്രിയയിൽ ഈ പ്രതിപക്ഷ പാർട്ടിയോട് കാണിക്കേണ്ട മര്യാദ ഈ ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അവരെ രീതി എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് നടപ്പാക്കുക. ആരെതിർത്താലും എന്തു പറഞ്ഞാലും
അവർ പറയുന്ന അവരുടെ നിലപാടുമായിട്ട് മുന്നോട്ട് പോവുക. അതാകട്ടെ നാടിൻ്റെ വികസനവുമായിട്ട് പുലബന്ധമുള്ള കാര്യങ്ങളല്ല താനും. ഇതാണ് വിഷയം. അതിനെയാണ് ഞങ്ങൾ എതിർത്തത് എല്ലാ കാലത്തും. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറത്തുള്ള INL അല്ലാതെ മറ്റൊരു കക്ഷികളുമായും രാഷ്ട്രീയ ധാരണയില്ല. ആർക്ക് വേണമെങ്കിലും ചർച്ച നടത്താം. ചർച്ച എന്നിട്ട് വോട്ട് ചോദിക്കാൻ പോയിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് നിങ്ങളെനിക്ക് വോട്ട് ചെയ്യണം, നിങ്ങളെ വോട്ട് എനിക്ക് നൽകണം എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയോട് ചർച്ച നടത്താൻ ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. വോട്ട് ആർക്കും ചോദിക്കാം, ഏത് സ്ഥാനാർത്ഥിക്കും ഏത് പാർട്ടിക്കാരുടെയും വോട്ട് ചോദിക്കാം. അത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വെൽഫെയർ പാർട്ടിക്കാരനാണെന്നോ SDPI കാരനാണെന്നോ BJP കാരനാണെന്നോ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഏത് പാർട്ടിക്കാരനും വോട്ട് ചോദിച്ചൂടെ? അങ്ങനെ വോട്ട് ചോദിച്ച രീതിയിലേ അതിനെ കണക്കാക്കേണ്ടതുള്ളൂ, അതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അത് പുറത്തേക്ക് ഈ ചാനൽ തുഞ്ചൻ വിഷൻ എന്ന് പറയുന്ന ചില ചാനൽ പുറത്തു വിട്ടു. അതിൽ എത്ര കണ്ട് സത്യമുണ്ട് എന്ന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ CPM ആണ്. തുഞ്ചൻ വിഷൻ ന്യൂസ് ചാനൽ പുറത്തുവിട്ട വെൽഫെയർ പാർട്ടി CPM സ്ഥാനാർത്ഥി രഹസ്യ ചർച്ചയിൽ നേതാക്കൾ രംഗത്ത്. സംഭവത്തിൽ CPM നിലപാട് വ്യക്തമാക്കണമെന്ന മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി AK സെയ്ദ് അലിക്കുട്ടി. മറ്റൊരു കക്ഷികളുമായും രാഷ്ട്രീയ ധാരണയില്ല. ആർക്ക് വേണമെങ്കിലും ചർച്ച നടത്താം. ചർച്ച എന്നിട്ട് വോട്ട് ചോദിക്കാൻ പോയിട്ട് വെൽഫെയർ പാർട്ടി CPM സ്ഥാനാർത്ഥി രഹസ്യ ചർച്ചാ സംഭവത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആരുടെ വോട്ടും തേടാമെന്നും CPM തിരൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി. ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി വീണ്ടും തെരുവുനായ ആക്രമണം. തമിഴ്നാട് സ്വദേശിയടക്കം 3 പേർക്ക് തെരുവുനായയുടെ ആക്രമണമേറ്റു. തിരൂർ വെട്ടം പഞ്ചായത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPI LDF-നൊപ്പം ചേർന്ന് ഒരുമിച്ച് മത്സരിക്കുവാൻ LDF ആഗ്രഹിക്കുന്നുവെന്ന് LDF നേതാവ് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.